ഹായ് മക്കളെ, ഇന്ന് നടന്ന കെമിസ്ട്രി ബയോളജി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ. പൊതുവെ ഞാൻ കേട്ടത് പ്രകാരം കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ചില ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില കുട്ടികൾ കൺഫ്യൂഷൻ കാരണം തെറ്റിച്ചിട്ടുണ്ടെങ്കിലും വലിയ പരിക്കൊന്നുമില്ല. അത് മോഡൽ എക്സാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് എക്സാമും ഇതേ പാറ്റേൺ വരികയാണെങ്കിൽ സാറ് ഉറപ്പാണ് പബ്ലിക് എക്സാമും ഞങ്ങൾ പൊളിക്കും എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതിലെന്തുണ്ട്, ചെറിയൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സീനിയർ ആയുള്ള ആരോട് വേണേൽ ചോദിച്ചോ. സയൻസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നടാ. ഞങ്ങളുടെ കേസിലും ഞങ്ങൾക്ക് മോഡൽ എക്സാം എസ്പെഷ്യലി മാത്സിൻ്റെ കേസൊക്കെ വളരെ ഈസി പേപ്പർ ആയിരുന്നു. ഒരു പാറ്റേൺ ചേഞ്ചും ഇല്ല. എല്ലാ വർഷം ചോദിക്കുന്ന POQ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പബ്ലിക് എക്സാം എഴുതാൻ പോയ സമയത്ത് ഞങ്ങളെ ചതിച്ചു. പബ്ലിക് എക്സാമിന് വന്നതാണെങ്കിലോ NCERTയിൽ നിന്ന് ഇതുവരെ വരാത്ത ടൈപ്പ് ചോദ്യങ്ങൾ, ന്യൂമറിക്കൽസ് വന്നു. ന്യൂമറിക്കൽസ് ആണ് മാത്സിന് പൊതുവെ കൂടുതൽ വരാറ്. പ്രൂഫുകൾ വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്ന് ആകെ കുട്ടികൾ അടങ്ങാറായിപ്പോയി. കാരണം എക്സാം കഴിഞ്ഞപ്പോൾ +1 ഞാൻ പറഞ്ഞു, ആ വീഡിയോ ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ വീഡിയോ കണ്ടു നോക്ക്. കുട്ടികളുടെ രോഷം അന്ന് അറിഞ്ഞതാണ് വിദ്യാഭ്യാസ വകുപ്പ്. കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒറ്റയടിക്ക് ഒരു എക്സാമിന് എന്ത് ചെയ്തു, പാറ്റേൺ ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് ഇവിടെയും സംഭവിക്കാം. നമുക്ക് ഒരു കാരണവശാലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയുള്ള എക്സാമിൻ്റെ കേസിൽ, അതായത് ഇനി നടക്കാനുള്ള എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം തീയതി നടക്കാൻ പോകുന്ന ഫിസിക്സിൻ്റെയും CS എക്സാമാണ്. ബയോളജി കുട്ടിയാണെങ്കിൽ അവർക്ക് ഫിസിക്സ് മാത്രമേ ഉള്ളൂ. CS ആണെങ്കിൽ എന്തുണ്ടാവും, 2 എക്സാമും ഒരേ ദിവസം എഴുതണം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ നല്ല സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡൽ തന്നെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കിഡിലനായിട്ട് സമാധാനപ്പെട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നൈറ്റ് നമ്മുടെ മുമ്പിലുണ്ട്, ഒരു പകൽ ഫുള്ളായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ കേസിൽ പഠിച്ചോ. ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ ഇന്ന് രാത്രി, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്ന അതിൽ നോക്കുമ്പോൾ എന്താണ്, ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യുകയാണ്, 18-ാം തീയതി നൈറ്റ് 7 മണിക്ക് 100 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലൈവായി ഡിസ്കസ് ചെയ്യുന്നു. കംപ്ലീറ്റ് കവർ ചെയ്യുക. ഇതിൽ തിയറി ഉണ്ട്, ന്യൂമറിക്കൽ ഉണ്ട്, ഡെറിവേഷൻ ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തുള്ള 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പിറ്റേന്ന് രാവിലെ CS വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് CS വേണ്ടിയിട്ട് 9 മണിക്ക് നമ്മുടെ ജസീം സാറ് ലൈവ് ഉണ്ട്. ഇനി ബയോളജി കുട്ടിയാണെങ്കിലും CS ആണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. എക്സാമിൻ്റെ തലേ ദിവസം, അതായത് 19-ാം തീയതി നമ്മൾ രാത്രി 7 മണിക്ക് 56 മാർക്ക് ഉറപ്പിക്കുന്ന രീതിയിൽ വെറും 4 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്ത് ലൈവും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫിസിക്സിൻ്റെ കേസിൽ ഈ 2 ലൈവ്, ഈ ലൈവിൽ 100 ചോദ്യങ്ങൾ പഠിക്കുക. അതിനുശേഷം ആ ചോദ്യങ്ങൾ പഠിച്ച ഓർമ്മ വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ 56 ഉറപ്പാണ്. ഇത് മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾ ഇതും കാണണം. ഞാനത് നിർബന്ധം പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറെ സർപ്രൈസ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സിന് വേണ്ടിയിട്ട്, +2കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. മാത്സിൻ്റെ കേസിൽ 30 മാർക്ക് ഉറപ്പിക്കുക എന്ന് പറഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 29 മാർക്ക് അതുപോലെ വന്നു. ലീക്കർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഫിസിക്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് വേണ്ടി 36 മാർക്കുള്ള ഒരു സിംഗിൾ വീഡിയോ നമ്മൾ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യും. റെക്കോർഡഡ് വീഡിയോ ആയിരിക്കും, ഇയാൾ ലൈവ് ആയിരിക്കില്ല. സോ ഇതും കൂടി നിങ്ങൾ കാണണേ. ഇത് കണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കും. 36 മാർക്കിരിക്കും. ഇനി CS-ൻ്റെ കേസിൽ ഞങ്ങൾ എന്തുണ്ട്, CS 40 മാർക്കാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. അത് ജസീം സാറെ കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞുള്ള ബാക്കി സബ്ജക്ട്സിൻ്റെ കേസിലുള്ള ലൈവുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ഷെയർ ചെയ്യാം. സോ സീ യു ഗൈസ്. കിഡിലായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.